നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനെ പേടിച്ച് അമേരിക്ക മാളത്തിൽ ഒളിച്ചുവെന്ന് ടെഹ്റാൻ മാധ്യമങ്ങളിലെ വാർത്ത. നിങ്ങളുടെ ഇപ്പോഴത്തെ ഗതി എന്താണെന്ന് തിരിച്ചടിച്ച് വൈറ്റ് ഹൗസ്. നുണയുടെ വാർത്തകൾ കൊണ്ട് കോട്ട കെട്ടിയാലും വരുന്ന 2 പതിറ്റാണ്ടോളം തല പൊക്കാനാകാത്ത വിധം ഇറാൻ തകർന്നുവെന്നും അവരുടെ നട്ടെല്ല് അമേരിക്ക ഒടിച്ചിട്ടു എന്നതുമാണ് വാസ്തവം. പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കാതെ ഇപ്പോഴും ഞങ്ങൾ മാറി നിൽക്കുകയാണ്. തുനിഞ്ഞങ്ങിറങ്ങിയാൽ ഇറാൻ ഭൂപടത്തിൽ പോലും ഉണ്ടാകില്ല എന്ന് വൈറ്റ് ഹൗസ് കട്ടായ മറുപടി കൊടുക്കുന്നു. ഇറാന്റെ പ്രകോപനത്തിന് വൈറ്റ് ഹൗസിന്റെ ഈ പ്രതികരണവും കഴിഞ്ഞ ദിവസം ട്രംപ് കൊടുത്ത ഒരു മുന്നറിയിപ്പും കൂട്ടി വായിക്കുമ്പോൾ ടെഹ്റാന്റെ കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനം ആയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അമേരിക്ക ഒരു തീരുമാനം അവരുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്നു എന്നുള്ളത്. എന്തായാലും അത് അമേരിക്ക എടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനം ഇറാന് നല്ലതിനല്ല. ഇനി മര്യാദരാമൻ കളിക്കാനില്ല. അടുത്ത സമാധാന കരാറിന് ഇറാൻ തയ്യാറായില്ലെങ്കിൽ അവിടുത്തെ ഓരോ വൈദ്യുത പ്ലാന്റും ഓരോ പാലവും തകർക്കാൻ താൻ US സൈന്യത്തിന് ഉത്തരവ് നൽകും. അവ വളരെ വേഗത്തിലും എളുപ്പത്തിലും തകർക്കപ്പെടും. അവർ കരാർ അംഗീകരിച്ചില്ലെങ്കിൽ കഴിഞ്ഞ 47 വർഷമായി മറ്റു പ്രസിഡന്റുമാർ ഇറാന്റെ കാര്യത്തിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നത് എൻ്റെ ബഹുമതിയായി ഞാൻ കാണുന്നു. ഇറാന്റെ ഈ കൊലയാളി യന്ത്രം അവസാനിക്കേണ്ട സമയമായിരിക്കുന്നു. ട്രംപിന്റെ ഈ വാക്കുകൾ എന്തോ കരുതിക്കൂട്ടി ഉറപ്പിച്ചിട്ടുള്ളതാണ്. 47 വർഷമായി അമേരിക്കയുടെ പ്രസിഡന്റുമാർ ചെയ്യാതിരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യും എന്നാണ്. എന്നെ അതിന് അവർ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് അമേരിക്ക വലിയ രീതിയിൽ ഇറാന് നേരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും, മുൻപും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും, ട്രംപിന് മുൻപ് തന്നെ നടന്നിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെയും ഒരു സമാധാനത്തിൻ്റെ പാത ഒഴിച്ചിടുമായിരുന്നു. മറ്റൊന്ന്, ഇറാന് ശ്വാസം വിടാനുള്ള ഒരു അവസരം, ആ ഒരു ഗ്യാപ്പ് മറ്റ് അമേരിക്കൻ പ്രസിഡന്റുമാർ കൊടുത്തിരുന്നു. ഉപരോധം കടുപ്പിച്ചപ്പോഴും ഇറാന്റെ നട്ടലൊടിയുന്ന സ്ഥിതി ഉണ്ടായപ്പോഴും പിന്നീട് ചില ഇളവുകളിലേക്ക് മറ്റു പ്രസിഡന്റുമാർ കടന്നിരുന്നു. എന്നാൽ ആ ഒരു പരിഗണനയൊന്നും ഡൊണാൾഡ് ട്രംപ് ഇറാന് കൊടുക്കുന്നില്ല. കാരണം ഇറാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആണവായുധം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. ഇറാന്റെ കൈകളിലേക്ക് ആണവായുധം എത്തിക്കഴിഞ്ഞാൽ അത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും നെഞ്ചിലേക്ക് തൊടുക്കാനായിരിക്കും ഇറാൻ പദ്ധതിയിടുക. അതായത് അവരുടെ വിരൽ തുമ്പിൽ ഇസ്രയേൽ എന്ന രാജ്യം നശിപ്പിക്കുക എന്നുള്ള ഒരു നീക്കമാണുള്ളത്. അവരുടെ ആ കൈകളിലേക്ക് ആണവായുധം എത്തിയാൽ ലോകം വലിയ നാശത്തിൻ്റെ വക്കിലേക്ക് എത്തും എന്നാണ് അമേരിക്ക വാദിക്കുന്നത്. കാരണം ഇറാന്റെ കൈകളിൽ ആണവായുധം എത്തിയാൽ അത് ആ കൈകളിൽ നിന്ന് മറ്റു പല കേന്ദ്രങ്ങളിലേക്ക് എത്തും. ഹമാസിൻ്റെയും ഹൂതികളുടെയും ഹിസ്ബുള്ളയുടെയും സിറിയയിലെയും ഇറാഖിലെയും പ്രോക്സികളിലേക്കും മിലീഷ്യകളിലേക്കും ഒക്കെ ഈ ആണവായുധം എത്തും. അത് ലോകത്തിന് ഭീഷണിയാണ്. പ്രത്യേകിച്ച് ഹൂതികൾ ഉൾപ്പെടെയുള്ള യമനിലെ ഹൂതികൾ ഉൾപ്പെടെ സൗദി അറേബ്യ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളോട് വലിയ പകയുള്ള കൂട്ടരാണ്. ഇവരുടെ കൈകളിലേക്കൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള ആണവായുധങ്ങൾ എത്തിയാൽ ഉറപ്പായും അവർ ശത്രു രാജ്യങ്ങൾക്ക് നേരെ ഇത് പ്രയോഗിക്കും. അതിലൊരു സംശയവും വേണ്ട. അറബ് രാജ്യങ്ങളെയും ആക്രമിക്കും. കാരണം സുന്നി വിഭാഗത്തോട് കടുത്ത എതിർപ്പുള്ള കൂട്ടരാണ് ഷിയ തീവ്ര മിലീഷ്യകൾ. ഇവരുടെ എല്ലാം ഒരേ ഒരു ലക്ഷ്യം, ആത്യന്തികമായിട്ടുള്ള ഒരേ ഒരു ലക്ഷ്യം, ഒരു ഷിയ ഭരണകൂടം ലോകത്തെ നിയന്ത്രിക്കണം എന്നുള്ളതാണ്. തങ്ങൾ പരമാധികാരികളാകുന്ന ഒരു ലോകത്തിന് വേണ്ടി കൊതിക്കുന്നവരാണ് ഈ ഷിയ മിലീഷ്യകൾ. ആയത്തുള്ള റൂഹല്ല ഖൊമൈനിയുടെ കാലം മുതൽ തന്നെ ഉള്ളതാണ് ഈ ഒരു വ്യഗ്രത. ലോകം വെട്ടിപ്പിടിക്കാനുള്ള, അടക്കി ഭരിക്കാനുള്ള ഒരു ഇസ്ലാമിക ലോകം ഉണ്ടാകണം എന്നുള്ള ചിന്തയിലൂടെ കഴിയുന്നവരാണ് ഷിയ വിഭാഗക്കാർ, ഈ തീവ്ര ഷിയ വിഭാഗക്കാർ. ഇറാന്റെ നേതൃത്വത്തിലാണ് ഈ മിലീഷ്യകളെ മുഴുവൻ തീറ്റിപ്പോറ്റുന്നത്. എന്നെങ്കിലും ഒരു കാലത്ത് ഈ ലോകത്ത് ഷിയ വിഭാഗം ഭരിക്കുന്ന ഒരു കാലം ഉണ്ടാകും എന്നുള്ളൊരു കണക്കുകൂട്ടൽ ഇവർക്കൊക്കെയുണ്ട്. അപ്പോൾ ഉറപ്പായും ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളികൾ ഇസ്രയേലും അമേരിക്കയും അതിനോടൊപ്പം തന്നെ സൗദി ഉൾപ്പെടെയുള്ള മറ്റ് സുന്നി വിഭാഗമായ രാജ്യങ്ങളുമാണ്. അവരെ കടന്നാക്രമിക്കുന്ന നിലയിലേക്കെത്തും. ഇപ്പോൾ തന്നെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാന് നേരെ ആക്രമണം നടത്തിയപ്പോൾ തൊട്ട് അടുത്ത സെക്കൻഡിൽ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയതുപോലെ തന്നെ ഇറാൻ അമേരിക്കയെ പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടി ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ആക്രമണം കടുപ്പിച്ചത്. ഇത് അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളൊരു നീക്കമാണ്. ഈ ഒരു കൂട്ടരുടെ കൈകളിലേക്ക് ആണവായുധം എത്തിയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തങ്ങളുടെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് എന്ന് ഇറാൻ പറയുന്നത് വെറും പൊള്ളയായ വാദമാണ്.
അവരുടെ ആത്യന്തിക ലക്ഷ്യം ആണവായുധം നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇക്കാലം അത്രയും അവർക്കത് കഴിയാതിരുന്നതിൻ്റെ ഒരേ ഒരു കാരണം, ഒരൊറ്റ പേര്, ഇസ്രയേലാണ്. ഇസ്രയേൽ ഒരു കാലത്തും ഇറാൻ ആണവ രാഷ്ട്രമാകാൻ അനുവദിക്കില്ല. അതിൻ്റെ ഒരു മണം അടിക്കുമ്പോൾ കയറി അടിച്ച് തീർക്കുന്ന രീതിയാണ് ഇസ്രയേൽ പുറത്തെടുക്കുന്നത്. ഇസ്രയേലിൻ്റെ ആ ഒരു രാഷ്ട്രത്തിൻ്റെ നീക്കം എന്താണ്, അവരുടെ പദ്ധതി എന്താണ് എന്നുകൂടി നമുക്കൊന്ന് വിശദമായി പരിശോധിക്കണം. അതായത് ഓരോ 15 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം അല്ലെങ്കിൽ കൂടിപ്പോയാൽ 30 കൊല്ലം കൂടുമ്പോൾ ഒരു യുദ്ധം എന്ന കണക്കിലാണ് ഇസ്രയേൽ മുൻപോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധങ്ങൾ മുഴുവൻ. ഒരു 15 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 20 കൊല്ലത്തേക്ക് ഇറാനെ അടിച്ചൊതുക്കി ഇടുക, തലപൊക്കാനാകാത്ത വിധം ഈ കൂട്ടരെ തകർക്കുക എന്നുള്ള ഒരു നിലയാണ് ഇസ്രയേൽ എടുക്കുന്നത്. പൂർണ്ണമായും ഈ വിഭാഗത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം ഈ പറയുന്ന ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള, ഹൂതികൾ, അവരെ അടിച്ചവരുടെ നട്ടലൊടിച്ചിട്ടാലും പിന്നീട് ഇത് വീണ്ടും ഒരു ഇത്തിൾ കണ്ണി പോലെ വളർന്നു വരുന്ന ഒരു സംഘടനകളാണ്. ഇതിൻ്റെ ആശയം ഇല്ലാതാക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇറാനാണ് ഇവർക്ക് വെള്ളവും വളവും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓരോ 15 അല്ലെങ്കിൽ 20 കൊല്ലം കൂടുമ്പോൾ ഒരു യുദ്ധത്തിലൂടെ ഈ ഗ്രൂപ്പുകളെ എല്ലാം തകർത്തില്ലാതാക്കുക. പിന്നീടുള്ള ആ ഒരു 15 കൊല്ലം അത് വീണ്ടും രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിലേക്ക് കൊണ്ടുപോകും. പിന്നെയും ഇത് തന്നെയാണ് സ്ഥിതി. അങ്ങനെ പതിറ്റാണ്ടുകളായി ഈ ഒരു നിലയാണ് പശ്ചിമേഷ്യയിലുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചുറ്റും ശത്രുക്കളാൽ വലയപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ്. ഇറാൻ്റെ പ്രോക്സികളും അതുപോലെ തന്നെ ഇറാനും ഈ പറയുന്ന ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളും ഒന്നും ഒരു രാഷ്ട്രമല്ല എന്ന് ഓർക്കണം. ഒരു സംഘടനയാണ്, ഒരു ഭീകര ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പാണ് നിരന്തരം ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലെബനനിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് ഹിസ്ബുള്ളയെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഭീകര ഗ്രൂപ്പുകളെ നോക്കി പ്രിസിഷൻ അറ്റാക്ക് നടത്തുമ്പോൾ സിവിലിയൻസ് കൊല്ലപ്പെടുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇവിടെ ഭീകര ഗ്രൂപ്പുകൾ ചെയ്യുന്നത് എന്താണ്? സിവിലിയൻസിനെ ആയുധമാക്കുകയാണ്. അവരെ ചാവേറുകളാക്കി മുന്നിലിട്ട് കൊടുത്തിട്ടാണ് ഹിസ്ബുള്ളകൾ അല്ലെങ്കിൽ ഹൂതികൾ, ഹമാസ് ഒക്കെ രക്ഷപ്പെടുന്നത്. എന്തായാലും ഞങ്ങൾ ഈ യുദ്ധം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള നിലയിലേക്ക് ഇസ്രയേൽ എത്തിയിട്ടുണ്ട്. ഇനി ജൂതരാഷ്ട്രത്തിന് നേരെ വിരൽ പൊക്കാൻ ഇറാന് കഴിയരുത്. ഇസ്രയേൽ കണക്ക് കൂട്ടുന്ന മറ്റൊരു വസ്തുത, ഇറാനിലെ ഭീകര ഭരണകൂടം പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞാൽ ഇറാൻ്റെ പ്രോക്സികൾ ഒന്ന് അടങ്ങും എന്നുള്ളതാണ്. തലയിലാണ് അടിക്കേണ്ടത്. ഇസ്രയേലിൻ്റെ എല്ലാ അറ്റാക്കുകളും അങ്ങനെയാണ്. ഇസ്രയേൽ ലെബനനിലേക്ക് ഹിസ്ബുള്ളകളെ ആക്രമിക്കുമ്പോഴും ഗാസയിലേക്ക് ഹമാസിനെ ആക്രമിക്കുമ്പോഴും യമനിലെ ഹൂതികളെ ആക്രമിക്കുമ്പോഴും അതിൻ്റെ തലപ്പത്തുള്ളവരെയാണ് ഇല്ലാതാക്കുന്നത്. ഇതോടുകൂടി തലപ്പത്തുള്ളവർ കൊല്ലപ്പെടുമ്പോൾ മറ്റ് താഴെ തട്ടിലുള്ള ഭീകര സംഘങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാകും. ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഭീതി അവരിൽ ഉടലെടുക്കും. ഈ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള കൂട്ടത്തെ മുഴുവൻ കൊന്നൊടുക്കുന്ന രീതിയാണ് ഇസ്രയേലിൻ്റേത്. അല്ലാതെ കാടടച്ച് വെടിവെക്കുക എന്നുള്ള ഒരു നീക്കമല്ല. ഗാസയിലാണ് പിന്നെയും കാടടച്ച് വെടിവെച്ചത്. എന്നാൽ തങ്ങൾ ഈ സംഘങ്ങളെ മുഴുവൻ മുച്ചൂടും തീർത്തേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹോർമുസിൽ ഇറാൻ വെടിയുതിർത്തതായും ഇത് നിലവിലുള്ള വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായ ലംഘനമാണെന്നും ഫ്രാൻസുമായും UK ആയും ബന്ധമുള്ള കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടതെന്നും ട്രംപ് ഇപ്പോൾ ഇറാന് നേരെ വലിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ ഹോർമുസിൽ വെടിയുതിർക്കാൻ ഇറാൻ തീരുമാനിച്ചു. ഇത് നമ്മുടെ വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായ ലംഘനമാണ്. അവയിൽ പലതും ഒരു ഫ്രഞ്ച് കപ്പലിനും UK-യിൽ നിന്നുള്ള ചരക്ക് കപ്പലിനും നേരെയായിരുന്നു. അതൊട്ടും ശരിയായില്ല. ഞങ്ങൾ വളരെ നീതിയുക്തവും യുക്തിസഹവുമായ ഒരു കരാറാണ് വാഗ്ദാനം ചെയ്തത്. അവർ അത് നിരസിക്കുന്നു. എന്നാൽ ഇതിനെ ഇങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇറാന്റെ ഓരോ പവർ പ്ലാന്റും ഓരോ പാലവും അമേരിക്ക തകർത്തിരിക്കും. ഇതുവരെ ഇറാൻ കാണാത്ത തരത്തിലുള്ള അടിയായിരിക്കും ഞങ്ങൾ ഇനി കൊടുക്കാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ പാതകളിൽ ഒന്നാണ് ഹോർമുസ് കടലിടുക്ക്. ഈ ഇടുങ്ങിയ ജലപാതയിൽ ഉണ്ടാകുന്ന ഏതൊരു സംഘർഷവും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കും. ഈ പാത അടഞ്ഞുകിടക്കുന്നത് വാഷിംഗ്ടണിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്നത് ടെഹ്റാനാണെന്നും ട്രംപ് ഓർമ്മിപ്പിച്ചു. അറിയാതെ തന്നെ അവർ നമ്മളെ സഹായിക്കുകയാണ്. പാത അടഞ്ഞുകിടക്കുന്നതിലൂടെ അവർക്കാണ് നഷ്ടം സംഭവിക്കുന്നത്. ഒരു ദിവസം $500 മില്യൺ നഷ്ടമാണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. എന്തായാലും ഇരു കൂട്ടരും തമ്മിലുള്ള ഒരു പോർവിളി അത് വീണ്ടും മുറുകുകയാണ്. ഹോർമുസിൽ നടന്ന വെടിവെപ്പോടുകൂടിയാണ് അമേരിക്ക ഇപ്പോൾ കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുന്നത്. സമാധാന ചർച്ചയ്ക്ക് തങ്ങളില്ല എന്ന് ഇപ്പോൾ ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതും അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. മേഖല വീണ്ടും കലുഷിതമാകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.